കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സജീവമായി തന്നെ മണ്ഡലത്തിലുണ്ട്. ഓരോ വീടുകളെ കയറി ഇറങ്ങി. എന്താണ് ഇപ്പോൾ ഈ വീടുകളിലൊക്കെ ആളുകളെ കണ്ടു തുടങ്ങിയ ശേഷമുള്ള ഒരു പ്രതീക്ഷ? ഏതാണ്ട് രണ്ടാം റൗണ്ട് പൂർത്തിയാകുകയാണ്. ഇന്നലെ നോമിനേഷൻ എൻ്റെ സ്ക്രൂട്ടിനി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷൻ്റെ ആ തീവ്രത അല്ലെങ്കിൽ പ്രചരണത്തിൻ്റെ തീവ്രത വർദ്ധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണുള്ളത്. നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വികസനമാണ് ആവശ്യം, വിവാദമല്ല എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. വികസനത്തിനൊരു വോട്ട് എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. നരേന്ദ്രമോദിയുടെ വികസന ആശയത്തിന് ഒരു വോട്ട് എന്നുള്ള രീതിയിലാണ് ജനങ്ങളെ സമീപിക്കുന്നത്. വളരെ ആശാവഹമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ വർഷങ്ങളായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് തോപ്പിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കുക അല്ലെങ്കിൽ മാറ്റി വോട്ട് ചെയ്യാൻ എന്താണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത്? അല്ല, ഇത് വ്യക്തിയായിട്ടുള്ള പ്രശ്നമല്ലല്ലോ, ആശയപരമായിട്ടുള്ള. എനിക്കെതിരായിട്ട് മത്സരിക്കുന്നവർ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ബഹുമാന്യരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിയോഗികളാണ്. വ്യക്തികൾക്കെതിരെയുള്ള പരാമർശമൊന്നും ഞാൻ നടത്തില്ല. ആശയമാണ് പ്രശ്നം. കാരണം ഇതൊരു മുന്നണിയാണ്, ഇന്ത്യ അലയൻസാണ്. ഇന്ത്യ അലയൻസിൻ്റെ ആശയം ഒന്നാണ്. അഖിലേന്ത്യാ തലത്തിൽ അവർക്കൊരാശയമാണ്, ഒരു പ്രകടന പത്രികയാണ്. അങ്ങനെയാണ് ജനങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് NDA വേഴ്സസ് ഇന്ത്യ അലയൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അവർ വികസനത്തിനെതിരാണ്. വ്യക്തി എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. അതായത് NDA മുന്നണിക്ക് വേണ്ടി വോട്ട് ജനങ്ങൾ എന്തിനു വോട്ട് ചെയ്യണമെന്നൊരു നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതാണല്ലോ ഞാൻ പറഞ്ഞ വികസനം. നമുക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ, വികസനത്തിന് വേണ്ടി ഒരു വോട്ട്. കാരണം ഇവിടെ വികസനമില്ലല്ലോ. എവിടെ ചെന്ന് കഴിഞ്ഞാലും കുടിവെള്ളമില്ല. എല്ലാവരും പറയുന്നതാണ്. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് കേരളം. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നൊരു സ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി പ്രദേശം. ഇവിടെ എന്തുകൊണ്ട് കുടിവെള്ള പ്രശ്നം വരുന്നു? ജൽജീവൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ, ടാപ്പ് വെള്ളം എല്ലാ വീട്ടിലും എത്തിക്കാനുള്ള പദ്ധതി, അതിൻ്റെ പണവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്രെഡിറ്റ് മോഡിക്ക് പോകും എന്നുള്ളതുകൊണ്ട് നടപ്പിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്, ജനങ്ങൾ യാതന അനുഭവിക്കുന്നത്. ഒന്ന് കുടിവെള്ളമാണ്. പിന്നെയുള്ള ബൈപ്പാസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. എല്ലാവരും അത് നോക്കൂത്തി പോലെ നിൽക്കുന്നു, എല്ലാവരും അവിടെ പോകുന്നു. നിങ്ങളും പോയിട്ടുണ്ടായിരിക്കും, അതിനെപ്പറ്റി റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി. അത് കാണുന്നു, ജനങ്ങൾ സങ്കടത്തോടു കൂടി തിരിച്ചു വരുന്നു. ഈ ട്രാഫിക് ബ്ലോക്കിൽ പെടുന്നു, മണിക്കൂറുകൾ നഷ്ടപ്പെടുന്നു. ഈ പതിറ്റാണ്ടുകളുടെ ആവശ്യമുണ്ടോ? 3 ലക്ഷം കോടി രൂപയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ കേരളത്തിലേക്ക് റോഡുകൾക്ക് മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. NHൻ്റെയൊക്കെ കണക്കുകൾ വേറെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കെടുകാര്യസ്ഥതയാണ്, ആശയപരമായിട്ടുള്ള പാപ്പരത്വമാണ്, നയപരിപാടികൾ നടപ്പിലാക്കാനുള്ള കഴിവില്ലായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിഷയം ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കും. അതുപോലെ പാലങ്ങളില്ല. മറ്റ് ജില്ലയുമായിട്ടുണ്ടായിരുന്ന തൂക്കുപാലം തകർന്നിട്ട് ഒരു ഗതാഗത സംവിധാനം അവിടെ ഒരുക്കിയിട്ടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആധുനികമായിട്ടുള്ള സംവിധാനമില്ല സർക്കാരിൻ്റേതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ചികിത്സാ സൗകര്യമില്ല, ഒന്നും തന്നെ ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ. അപ്പോൾ അതുകൊണ്ട് ഒരു വികസനത്തിന് വേണ്ടിയുള്ള, അതായത് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന വികസനം, അത് കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. അല്ലാതെയുള്ള രാഷ്ട്രീയമൊക്കെ അത് തീർച്ചയായിട്ടും അത് ഇലക്ഷനു ശേഷം ആണ് ബാക്കിയുള്ള രാഷ്ട്രീയം. ഇപ്പം ജനങ്ങൾ തീരുമാനിക്കേണ്ടത് വികസനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വികസനമാണ് ആവശ്യം, വിവാദമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മാറാത്തതും മാറും. വികസിത കാഞ്ഞിരപ്പള്ളി, വികസിത കേരളം, തീർച്ചയായിട്ടും വികസനം. ഒരു മുന്നേറ്റം ഇത്തവണ BJPക്ക് ഉണ്ടാകുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷ? തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ്. അതിൻ്റെ ആണല്ലോ ലക്ഷണങ്ങൾ കാണുന്നത്. മാത്രമല്ല, യുദ്ധത്തിൻ്റെ അവസരത്തിൽ എല്ലാവരും കാണുന്നുണ്ട്. ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം എല്ലാ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ ഹോർമസ് കടലിടുക്കിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ മാത്രമേ കപ്പലുകൾ കടത്തിവിട്ടുള്ളൂ, അത് ഭാരതത്തിൻ്റെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങളിൽ അത് തീർച്ചയായിട്ടും ആ വികാരമുണ്ടാക്കിയിരിക്കുന്നു, ദേശീയ സ്നേഹം ഉണ്ടായിരിക്കുന്നു, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള തോന്നലുണ്ടായിരിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന പാല, പൂഞ്ഞാറ് പോലുള്ള മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്താണ് നമ്മുടെ ഒരു പ്രതീക്ഷ? അവിടെയെല്ലാം ജയിക്കും എന്നുള്ളതില്ല. നമ്മുടെ ആ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണല്ലോ, അവിടെ തീർച്ചയായിട്ടും ജയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും ഈ UDF മുന്നോട്ട് പറയുന്നത് ഇവിടെ ഒരു കോൺഗ്രസ്, CPM-ഉം BJP തമ്മിലൊരു ഡീലാണ്. 10ഓളം മണ്ഡലങ്ങൾ അത്ര ഡീൽ നടക്കുന്നുണ്ട്. വോട്ട് കച്ചവടമൊക്കെയാണ് ഇവിടെയൊക്കെ നടത്തുന്ന ഒരു ആക്ഷേപം. അത് തുടർച്ചയായിട്ട് നേതാക്കൾ ഇങ്ങനെ ആവർത്തിച്ചത് അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതും കൂടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ എളുപ്പമുണ്ട്. കോൺഗ്രസും ഒപ്പം തന്നെ BJP അലടിയിൽ തിരിച്ച് മറുപടി ഇപ്പുറത്തേക്ക്, അതായത് BJPയെ നിർത്തിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവർ പറയുന്നത് BJPക്കെതിരാണ്, ഞങ്ങൾ ഇന്ത്യ അലയൻസാണ്. BJP ആയിട്ടുള്ള ഒരു സഖ്യവുമില്ല. 2 ഇന്ത്യ അലയൻസിലെ എല്ലാ കക്ഷികളും വെക്കുന്നത്, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യമാണ്. ഞങ്ങളത് അംഗീകരിക്കില്ല. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നു, പ്രതിപക്ഷ നേതാവ്
ബി ജെ പിയുടെ കൂടെയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു മുഖ്യമന്ത്രി ബി ജെ പിയുടെ കൂടെ. ഇത് കേൾക്കുന്ന ജനങ്ങളെന്താ മനസ്സിലാക്കുന്നത്? ഇവന്മാർ രണ്ടുപേരും ബി ജെ പിക്കാണ് വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാം. അങ്ങനെയാണ് ബി ജെ പിക്ക് വോട്ട് കൂടുന്നത്. ഈ കഴിഞ്ഞ ഇലക്ഷനിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ, വോട്ട് കൂടുന്ന ഞങ്ങളുടെ പ്രചരണം നടത്തുന്ന അവരാണ്. അതായത് മുഖ്യമന്ത്രി പറയുന്നു, ഈ പ്രതിപക്ഷ നേതാവ് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നടപടി എടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നടപടി എടുക്കുന്നു. അങ്ങനെയല്ലേ കേൾക്കുന്നത്? കേൾക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും ബി ജെ പിയുടെ ഒപ്പമാണെന്ന് തോന്നുകയും അങ്ങനെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് പടിപടിയായിട്ട് വോട്ട് വർദ്ധിക്കുകയും 20% ആക്കുകയും ചെയ്തത്. നിങ്ങളായിട്ട് അത് മുടക്കരുത്. പ്രചാരണം തുടർന്നോട്ടെ ബി ജെ പി അഭിനയല്ലേ? തീർച്ചയായിട്ടും അത് രണ്ടു കൂട്ടരും പറയണ്ടേ? രണ്ടു കൂട്ടരും ശക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. അത് നമ്മളെ സമയത്ത് പോകരുത്. എല്ലാ ഇലക്ഷനിലും എല്ലാ ദിവസവും പറയണം. ഇലക്ഷൻ കഴിയുന്നിടം വരെ ബി ജെ പി എന്ന് പറഞ്ഞിട്ട് ബി ജെ പിയുടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കട്ടെ. ശരി, തീർച്ചയായിട്ടും. ഓക്കെ. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തവണ ഒരു വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് എന്തായാലും മന്ത്രി ജോർജ് കുര്യനും പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.